ഇനി നമുക്ക് ബോട്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ബോട്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബോട്ട് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ വീതി എപ്പോഴും കുറവായിരിക്കും. അതായത് നമുക്ക് ഒരു 1.5 ഇഞ്ച് അതിൽ കൂടുതൽ ഷോൾഡറിന് വീതി കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ അറ്റം ഒരു 1.25 ഇഞ്ച് 1.25 ഇഞ്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഷോൾഡറിന് വീതി കൂടുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ബോട്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം ഇറക്കം വരത്തില്ലെന്നാൽ നല്ല വൈഡും വരും. ഇപ്പോൾ സാധാരണ പക്ഷേ ഇപ്പം കണ്ടുവരുന്നത് എങ്ങനെയാണ്, കസ്റ്റമർ വന്ന് ബോട്ട് നെക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു 4 ഇഞ്ച് ഇറക്കം വേണം അല്ലെങ്കിൽ 4.5 ഇഞ്ച് ഇറക്കം വേണം, എന്നിട്ട് ബോട്ട് നെക്ക് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബോട്ട് നെക്കിന് ഒരിക്കലും 4 ഇഞ്ച് 4.5 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് ബോട്ട് നെക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 4 ഇഞ്ച് 4.5 ഇഞ്ച് ഇറക്കം കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ ഷേപ്പ് നമുക്ക് റൗണ്ടും അല്ല ബോട്ട് നെക്കും അല്ലാത്ത ഷേപ്പിലേക്ക് മാറും. അത് ഇറക്കം കൂടുമ്പോൾ ഇറക്കം നമുക്ക് വേണ്ടത് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് 3 ഇഞ്ച് ഒരു 3.5 ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ. 3.5 കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില ആൾക്കാർ നമുക്ക് ഇച്ചിരി ഇറക്കം വേണമെന്ന് പറയുകയാണെങ്കിൽ 3.5 ഇഞ്ച് കൊടുക്കാം. അതിൽ കൂടുതൽ ബോട്ട് നെക്കിന് ഇറക്കം കൊടുക്കാതിരിക്കുക. കാരണം അതിൽ കൂടുതൽ ഇറക്കം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കറക്റ്റ് ആവത്തില്ല. ഈ ബോട്ട് നെക്കിൻ്റെ റൗണ്ടും അല്ല ബോട്ട് നെക്കും അല്ലാത്തൊരു ഷേപ്പിലേക്ക് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനെപ്പറ്റി അറിയുന്നവരാണെങ്കിൽ ആൾക്കാർ ഇട്ടുകൊണ്ട് പോകുന്ന ബ്ലൗസൊക്കെ ബോട്ട് നെക്കാന്ന് പറഞ്ഞ് തയ്ക്കുന്നതാണ്. പക്ഷേ ഇറക്കം കൂടുമ്പോഴത്തേനും എൻ്റെ ഷേപ്പ് പോവുക ചെയ്യുന്നത്. അങ്ങനെ വരാതിരിക്കുക. ഇനി നമുക്ക് ബോട്ട് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ബോട്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് അങ്ങോട്ട് മാറ്റി ഒരു മാർക്കിങ് ആദ്യം ചെയ്യണം. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാറ്റി ഒരു മാർക്കിങ് കേട്ടോ, 1/2 ഇഞ്ച്. അതുപോലെ താഴോട്ട് 2 ഇഞ്ച് ഇറക്കത്തിൽ ഒരു മാർക്കിങ് ചെയ്യണം. മനസ്സിലായോ? ബോട്ട് നെക്ക് വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് അല്ലാത്ത ബ്ലൗസ് വെച്ച് ഇങ്ങനെ ചെയ്യരുത്. ബോട്ട് നെക്ക് വരുമ്പോൾ ചെയ്യേണ്ടത് ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് നമ്മൾ ചെയ്യുന്നു, ഇവിടുന്ന് താഴോട്ട് 2 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ പോയിന്റും ഈ ബ്രസ്റ്റിൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ അതും തമ്മിൽ കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുക. കണ്ടോ, ഈ 2 ഇഞ്ച് താഴോട്ട് ഇറക്കിയ പോയിന്റും ഈ ബ്രസ്റ്റിൻ്റെ പോയിന്റും വരച്ചു. അതിനുശേഷം ഈ 1/2 ഇഞ്ച് മാറ്റി വരച്ച പോയിന്റ് ഉണ്ടല്ലോ ഇതും ഈ ബ്രസ്റ്റിൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ ബ്രസ്റ്റ് പോയിന്റ് ഇങ്ങനെ നേരെ വരുന്ന ഈ ടക്കിൻ്റെ ഈ സെൻറ്റർ പോയിന്റ് അതും രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. കണ്ടോ, മനസ്സിലായാൽ ഞാൻ പറഞ്ഞേ? 1/2 ഇഞ്ച് മാറ്റി നമ്മളൊരു മാർക്ക് ചെയ്തു, 2 ഇഞ്ച് താഴോട്ട് മാറ്റി ഒരു മാർക്ക് ചെയ്തു. ഏത് ബോട്ട് നെക്ക് വന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും ബോട്ട് നെക്ക് ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ പോയിന്റും തമ്മിൽ നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിന്റും തമ്മിൽ നേരെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്യണം. ഈ ലൈനാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് പേപ്പറിനകത്ത് ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് പ്രാവശ്യം തെറ്റാൻ സാധ്യതയുണ്ട്, കാരണം ഈ രീതി ചെയ്യാത്ത ആയതുകൊണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് എടുത്തിട്ട് ഈ ലൈൻ നേരെ വരുന്ന കണ്ടോ, ഈ ലൈൻ നേരെ വരുന്ന രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളിങ്ങനെ വെച്ചു, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ പീസിങ് എടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഉണ്ടല്ലോ, എൻഡ് ഈ ലൈനിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കണം. കണ്ടോ? എന്നിട്ട് ഇത് ഒട്ടിച്ചെടുക്കണം. അതായത് നമുക്കിത് ഒട്ടിച്ചെടുക്കാം ആദ്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗം വേണമെന്ന് ഞാൻ പറഞ്ഞേ. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ വരുന്ന എങ്ങനെയാണോ അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. കണ്ടോ, ഒട്ടിച്ചു. ഇനി നമുക്കിത് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി സ്റ്റാപ്ലർ വെച്ചൊന്ന് പിൻ ചെയ്യാം. ഇവിടെയും പിൻ ചെയ്യാം. കണ്ടോ, അന്നേരം ബാക്കി ഇത്രയും പോർഷൻ വന്നില്ലേ, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. മനസ്സിലായോ? ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. താഴോട്ട് 2 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൽ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഈ ഷേപ്പ് ഇപ്പം നോക്കണ്ട കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക, ഇവിടുന്ന് താഴോട്ട് 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമ്മൾ ആ 2 ലൈനൂടെ ഫ്രണ്ടിൽ എങ്ങനെയാണോ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ വരച്ചത് അതുപോലെ തന്നെ വരയ്ക്കുക. ഈ പോയിന്റും ഈ ടക്കിൻ്റെ ഈ പോയിന്റും അവിടെ ആണല്ലോ ബ്രസ്റ്റ് പോയിന്റ് വന്നേ, അത് വരയ്ക്കുക. അതുപോലെ ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെയും ഈ പോയിന്റും കണ്ടോ വരച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ എന്താണ് ചെയ്തത്, ഇത് നമ്മൾ കട്ട് ചെയ്തല്ലേ, അതുപോലെ തന്നെ ബാക്ക് പോർഷനും ഇത് കട്ട് ചെയ്യുക. കണ്ടോ, കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ വെച്ചിട്ട് ഈ നേരെ പോകുന്ന ലൈനിൽ ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് ഒട്ടിച്ചെടുത്തല്ലേ, അതുപോലെ തന്നെ ഇത് ഒട്ടിക്കുക. കണ്ടോ, ഒട്ടിച്ചെടുത്തു. എന്നിട്ട് നമുക്കിത് ഇളകിപ്പോയിരിക്കാൻ വേണ്ടി സ്റ്റാപ്ലർ വെച്ച് നമുക്ക് പിൻ ചെയ്യാം.
ഓക്കെ, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ബോട്ട് നെക്ക് നമുക്ക് വരച്ചെടുക്കാം. ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബോട്ട് നെക്ക് വരയ്ക്കണം. ബോട്ട് നെക്ക് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബോട്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബോട്ട് നെക്കിന് ഷോൾഡറിൻ്റെ വീതി കുറവായിരിക്കും, കഴുത്തിറക്കവും കുറവായിരിക്കും. മനസ്സിലായോ? വൈഡ് നമുക്ക് കൂടുതലായിട്ട് വരും. അതായത് ഇപ്പോൾ സാധാരണ ചില ആൾക്കാരൊക്കെ ബോട്ട് നെക്ക് ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ബോട്ട് നെക്കും അല്ല റൗണ്ട് നെക്കും അല്ലാത്ത രീതിയിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇറക്കം അങ്ങ് താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. കഴുത്തിറക്കം, അതായത് ബോട്ട് നെക്കിന്റെ കഴുത്തിറക്കം ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് 4.5 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് നെക്ക് കിട്ടത്തില്ല. അത് ആദ്യം കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കണം. ബോട്ട് നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ അതായത് കഴുത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് ബോട്ട് നെക്ക് വരേണ്ടത്. ഷോൾഡറിന് വീതി തീരെ കുറവായിരിക്കും. അങ്ങനെയാണ് ബോട്ട് നെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് താഴോട്ട് ഇറക്കി ഇപ്പം ബോട്ട് നെക്കും അല്ല റൗണ്ട് നെക്കും അല്ലാത്ത ഷേപ്പിലാണ് പോകുന്നത്. കാരണം ബോട്ട് നെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോൾഡറിന്റെ വീതി ആദ്യം നോക്കുക എന്നുള്ളതാണ്. അത് കസ്റ്റമറോട് തന്നെ ചോദിക്കാം, ഷോൾഡറിന്റെ വീതി എത്ര കൊടുക്കണം എന്നുള്ള. ഷോൾഡറിന്റെ വീതി എപ്പോഴും കസ്റ്റമറോട് ചോദിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില ആൾക്കാർ 1 ഇഞ്ച് വീതിയൊക്കെ ഷോൾഡറിന് ഉപയോഗിക്കാറുള്ളൂ, ചിലർ 1.25 ഇഞ്ച് ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരു 1.5 വരെ അല്ലെങ്കിൽ 1.25 അങ്ങ് മാക്സിമം ഒരു 1.25 കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ 1.5 വരെ കൊടുക്കാവുന്നതാണ് ഷോൾഡറിന്റെ വീതി. അതിപ്പം കസ്റ്റമർ പറയുകയാണെങ്കിൽ 1.25 വരെ ഷോൾഡറിന് വീതി കൊടുക്കാം. കാരണം ഷോൾഡറിന് വീതി കൂടുമ്പം ഷേപ്പ് കഴുത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു 1.5 വരെയൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ കസ്റ്റമർ പറയുകയാണെങ്കിൽ 1.25 കൊടുക്കാൻ കുഴപ്പമില്ല. ഇവിടെ ഞാൻ 1.25 ഇഞ്ചാണ് ഷോൾഡറിന്റെ വീതി എടുക്കുന്നത്. നമ്മൾ ആദ്യം ഷോൾഡറിന്റെ വീതി കസ്റ്റമറോട് ചോദിച്ചിട്ട് അത് മാർക്ക് ചെയ്യും. 1.25 ഇഞ്ച് ഇവിടെ വരും കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ലൈൻ താഴോട്ട് വരയ്ക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ പോയിന്റാണ് വരുന്നത്. ഈ പോയിന്റ് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി താഴോട്ട് വരച്ചെന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ കഴുത്തിറക്കം ഞാൻ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചാണ് ബോട്ട് നെക്കിൻ്റെ കഴുത്തിറക്കം കൊടുക്കുന്നത്. കഴുത്തിറക്കം നമുക്ക് ബോട്ട് നെക്കിന് ഒരു 3.5 ഇഞ്ചൊക്കെ വരാൻ കേട്ടോ. അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കുന്നത് നല്ലത്. 3.5 കൊടുക്കുന്നത് ശരിയല്ല. ഒരു 3 ഇഞ്ച് അല്ലെ 2.5-2 ഇഞ്ചൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. കാരണം കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5 വരെ കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഷേപ്പ് നഷ്ടപ്പെട്ടു. അതുവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇവിടെ ഞാൻ 3 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ട് നെക്കായിട്ട് മാർക്ക് ചെയ്യണം. അത് നമ്മൾ ഈ ആംഹോൾ കർവ് ഒന്നും വെച്ച് മാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓരോ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേന് വ്യത്യാസം വരും. നമ്മൾ കൈ കൊണ്ട് തന്നെ വരച്ചെടുക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ ഇവിടെ വരെ നേരെ വന്നിട്ടേ ഈ പോയിന്റിലോട്ട് അങ്ങ് പോയാൽ മതി. അത് കുറച്ച് പേപ്പറിനകത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൈ കൊണ്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ബോട്ട് നെക്ക് വരണ്ടേ. ഇത് കഴുത്തിറക്കം കൂടിയാൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചു കൊണ്ടുവരും. അന്നേരം അത് റൗണ്ടും അല്ല ബോട്ട് നെക്കും അല്ലാത്ത ഷേപ്പിലേക്ക് പോകും. അതുകൊണ്ടാണ് കഴുത്തിറക്കം കൂടുതൽ പാടില്ലെന്ന് പറയുന്നത്. അതുപോലെ ഷോൾഡറിന്റെ വീതി കൂടിയാലും നമുക്ക് ഇവിടുത്തെ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വളയ്ക്കും. അല്ലാതെ ബോട്ട് നെക്ക് അല്ലാതെ പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ ബോട്ട് നെക്ക് മാർക്ക് ചെയ്യാനെ കൊണ്ട്. ഞാനിപ്പോൾ 1.25 ഇഞ്ച് വീതി എടുത്തു, 3 ഇഞ്ച് ഇറക്കം എടുത്തു, അത് മാർക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ പേപ്പറിനകത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് ശീലിച്ചാൽ മതി. നമുക്കത് കറക്റ്റായിട്ട് തന്നെ കൈ വഴങ്ങി വരും. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കണ്ടോ, ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ആ തുണിയെ വെച്ച് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ നമുക്ക് വരുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ പക്ഷേ ക്യാമറയ്ക്കകത്ത് റെക്കോർഡായില്ല, മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ മാർക്ക് ചെയ്തത് തന്നെ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് ഞാൻ മാറ്റി മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു 3 ഇഞ്ച് ഇറക്കി കഴുത്തിറക്കം 3 ഇഞ്ച് ഇറക്കി അതും മാർക്ക് ചെയ്തു. ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇവിടെ മാർക്ക് ചെയ്തെടുത്ത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ താഴോട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, പോയിന്റ് മതി. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ബോട്ട് നെക്ക്. കണ്ടോ, ബാക്ക് ഇങ്ങനെ വരും. ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഒത്തിരി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബോട്ട് നെക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇത്രയും കാര്യമുള്ളൂ. നമ്മൾ ഫ്രണ്ട്, ബാക്ക്, ബാൻഡ് ഇത്രയും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അന്നേരം ഇതിപ്പം ഏകദേശം ഒക്കെ ഒരു 90% മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എൻ്റെ കാൽക്കുലേഷൻ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ഈ ക്ലാസ് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പേപ്പറിനകത്ത് ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങൾക്കത് ഈസിയായി വരും. കാരണം കാൽക്കുലേഷൻ പഠിച്ചാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് കഴിയുമ്പോഴേ നമ്മളിനിയിപ്പം ബ്ലൗസ് കട്ട് ചെയ്യുന്നുണ്ടോ, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ സ്ലീവിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്ലീവ് നമുക്ക് ഏത് മെഷർമെൻറ്റ് വന്നാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ.